ഹായ് കൂട്ടുകാരി, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമുക്ക് ഇന്ന് വലിയൊരു ചൂരാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ എനിക്കിത് വെട്ടിക്കഴുകാനൊന്നും വെട്ടാൻ അറിയത്തില്ല കേട്ടോ. അപ്പൊ അതിന് കറക്റ്റായിട്ട് പീസാക്കി എടുക്കണമെങ്കിൽ അത് കുറച്ച് പാടാണ്, ഇത്രയും വലുതല്ലേ. അപ്പൊ അതിന് എനിക്ക് വെട്ടി ശരിയാക്കി തന്നെ ഹസ്ബൻഡിന്റെ അച്ഛനാണ്. അപ്പൊ അത് വെട്ടുന്ന സമയം കൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റി നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. ആ തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കുന്നത്. മുളക് പൊടി ആണെങ്കിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ കേട്ടോ, കൂടുതൽ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി കാണത്തുള്ളൂ കേട്ടോ, അതേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നല്ലതായിട്ട് ഒന്ന് ചൂടാക്കി ആ മുളകിന്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ, പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല അത് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടേ. അപ്പോഴത്തേനും അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ പെരിറ്റും പുളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ മീൻ കൂടെ പറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻ പറക്കിയിട്ട് നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞ് ഒരു വിധം ഒരു കുറുകി വരുന്ന ഉണ്ടായിരുന്നു, കുറുകി വരത്തില്ല, അപ്പോൾ കുറുകി വരുന്ന രീതിയിലൊക്കെ ഒന്ന് തിളപ്പിച്ചു. അതിനുശേഷം കുറച്ച് ചീനി ഉണ്ടായിരുന്നു, ചീനിയും കൂടെ വേവിച്ചു. കുറച്ച് മീൻ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും വറുത്തു. അങ്ങനെ ചീനിയും റെഡിയായി, മീനും വറുത്തു. നമ്മുടെ ചൂരക്കറി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂരക്കറി നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വെച്ചുകൊണ്ട് പറയാമല്ലോ കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചീനിയും മീൻകറിയായിട്ട് ഡിഷ് വലിയ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യുക.